എല്ലാ സുഹൃത്തുക്കൾക്കും ടൂർസ് ആൻഡ് ടെക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതിയിൽ ഇവിടെ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതേപോലത്തെ ഒരു കിഡിലൻ ഓഫ് റോഡിങ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പം നൈറ്റും ഓഫ് റോഡ് സഫാരി ഉണ്ട്, ഡേ ടൈമിലും ഓഫ് റോഡ് സഫാരി ഉണ്ട്. പിന്നെ നമ്മളുടെ സ്റ്റേയും എല്ലാം നല്ല കിഡിലനാണ്. ഈ പ്രാവശ്യത്തെ ക്ലൈമറ്റും പൊളിയാണ്. നമ്മളുടെ നാട്ടിൽ നല്ല ചൂടാണ്. അപ്പോൾ ഒരു തണുപ്പൊക്കെ ആഗ്രഹിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല കിഡിലൻ ക്ലൈമറ്റാണ് ഞാൻ കിട്ടിയത്. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് നെല്ലിയാമ്പതിക്കുള്ള യാത്രയിലാണ്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് തുരങ്കപാതയിലാണ്. തുരങ്കപാത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടെ നിന്നാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പാലക്കാടേക്ക് പോകുമ്പോൾ തുരങ്കപാത വഴിയാണ് നമ്മൾ പോകുന്നത്. നെല്ലിയാമ്പതി വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല കേരളത്തിലെ തന്നെ ഏറ്റവും ചൂടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചൂടുള്ള സമയത്ത് പാലക്കാടേക്ക് പോകാൻ വട്ടാണെന്ന്. അങ്ങനെയല്ല. ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലം പക്ഷേ മൂന്നാറൊക്കെ പോലെ കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് തണുപ്പും കാടും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. അതുകൊണ്ടാണ് ഈ ചൂടുള്ള സമയത്ത് നമ്മൾ ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്യാനുള്ള കാര്യം. അത് മാത്രമല്ല, നമ്മളെപ്പോഴും ടൂർ പോകുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. അപ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെല്ലിയാമ്പതി സെലക്ട് ചെയ്തത്. നമ്മൾ പോകുന്നത് ഈ തുരങ്കപാതയും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോകുമ്പോഴത്തേക്കിനും വടക്കാഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നെന്മാറയും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നെന്മാറ അമ്പലമൊക്കെ വെടിക്കെട്ടിന് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്നത്. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ഡാമാണ്. പോത്തുണ്ടി ഡാം എന്നാണ് ഇതിൻ്റെ പേര്. കുറച്ച് ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ഒരു ഗാർഡനും പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ചെറിയ ഒരു പാർക്കും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഡാമും ഒക്കെ കാണാം. ഡാമിൻ്റെ റിസർവോയറൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തണം. ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഉണ്ട്. മുതിർന്ന ആൾക്കാർക്ക് 20 രൂപയും പിന്നെ 60 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് 10 രൂപയും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് ഇവിടെ കയറാൻ വേണ്ടി. ഇതിൻ്റെ മേളിലെത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ വെയിലുള്ള സമയത്ത് നല്ല കട്ട വെയിലായിരിക്കും. ഞങ്ങളുടെ ഭാഗ്യത്തിന് വലിയ വെയിലില്ല. കാരണം കുറച്ച് മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വെയിലില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളവിടെ എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ആ ദൂരെ കാണുന്ന മലകളുടെ അവിടെയൊക്കെ നല്ല കോടയൊക്കെ കാണാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇത് കുട്ടികളുടെ പാർക്കാണ്. ഇവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. നിഷയും ഡെർലൂസും അവിടെ പാർക്കിലുണ്ട്. ഡെർലൂസിന് കളിക്കാനെന്നും പറഞ്ഞ് പോയതാ. പക്ഷേ ഡെർലൂസിന് ഒന്നിലും കയറാൻ പറ്റിയില്ല. കാരണം അവിടെ പല ഇതിൻ്റെ അകത്തും മഴ പെയ്തിട്ട് ചളിഞ്ഞൊക്കെ കിടക്കണേ. അപ്പം അതുകൊണ്ട് അവള് അവിടെ കയറാണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. കിട്ടിപ്പോയി. വേണ്ട ഹായ്. ഇതിവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഈ മലയുടെ മുകളിലൊക്കെ നല്ല കോടയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റോഡിലോട്ടൊക്കെ കോട അടിച്ച് കയറുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ച് കാട്ടുപന്നികളുണ്ട് ഈ പ്രദേശത്ത്. നമ്മളിപ്പോൾ ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾക്കൊരു ഓറഞ്ച് ഫാം ഉണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ഫാം പിന്നെ വെജിറ്റബിൾ ഫാമും ഒക്കെയാണത്. ഇവിടെ ടിക്കറ്റ് എടുത്ത് കയറി കാണാം. നമ്മൾ ഇപ്പോൾ നട്ടുച്ചയായി, നമുക്ക് വിശന്നിരിക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ റിസോർട്ടിലോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ആ റിസോർട്ടിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഇത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ട് പോണ വഴിയാണ് ആ കാണുന്നത്. ഈ വഴിയിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടാണ് നമ്മളുടെ റിസോർട്ടുള്ളത്. ഇവിടെ ഒരു ചെക്ക് ഡാമൊക്കെ ഉണ്ട്. നമ്മളുടെ ഈ റിസോർട്ട് എന്ന് പറയണത് ഏതാണ്ട് ഒരു 600 ഏക്കറിൽ കൂടുതൽ സ്ഥലത്താണുള്ളത്. ബാക്കി ഫാമും അങ്ങനെയുള്ള പല സംഭവങ്ങളുമാണ് ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇത് കാടിനുള്ളിലാണ്
കാടിനുള്ളിൽ ഏതാണ്ട് 600 ഏക്കർ സ്ഥലത്താണ് നമ്മളുടെ ഈ റിസോർട്ടുള്ളത്. പല കാറ്റഗറിയിലുള്ള റൂംസ് ഉണ്ട് ഇവിടെ. അതായത് 2600 രൂപ മുതൽ ഇവിടെ ഡബിൾ റൂംസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ എടുത്തേക്കണത് ബാംബു ഹട്ടാണ്. ഇത് കുറച്ച് പ്രീമിയം കാറ്റഗറിയാണ്. ഇതിൻ്റെ റെൻറ്റ് വന്നിട്ട് 5500 രൂപയാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്തിട്ടേക്കാം. പിന്നെ പ്രീമിയം വേറെ കോട്ടേജുകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാർക്ക് താമസിക്കാവുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അത് ഫുഡ് വെക്കാൻ നല്ല കിഡിലും ഫുഡാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത്രയും സ്ഥലം അപ്പുറത്തൊക്കെ ഉണ്ടായിട്ടേ ഇതുപോലെ വ്യൂ ഉള്ള സ്ഥലമില്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ സെലക്ട് ചെയ്യുമ്പോ അങ്ങനെ നല്ല നോക്കിയാ സെലക്ട് ചെയ്യുള്ളൂ. ഇതിന്റെ റൂഫിങ് മെറ്റൽ ഷീറ്റ് ഇട്ടാണ് റൂഫ് ചെയ്തേക്കണ. വാളൊക്കെ സൈഡൊക്കെ ചെയ്തേക്കണത് ബാമ്പു വെച്ചിട്ടാണ്. അകത്ത് പനമ്പിന്റെ ഷീറ്റുമാണ് ഇട്ടേക്കണം. അതുകൊണ്ട് നല്ല കൂളും ഉണ്ട്, നല്ല സേഫായിട്ട് ഇരിക്കുകയും ചെയ്യാം. ബാമ്പ് പുറത്താണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ഈ പനമ്പിൻ്റെ ഷീറ്റ് ആയത് കാരണം അകത്തോട്ടൊന്നും കയറുമൊന്നുമില്ല. മ്ലാവൊക്കെ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ വരും കേട്ടോ. കണ്ട നമ്മുടെ അടുത്ത് എന്ന് വെച്ചാൽ എന്നെ കണ്ടപ്പോൾ ഓടിയവൻ ഇങ്ങോട്ട് പോകുന്നതാണ്, കാട്ടിലോട്ട് പോയി. ഈ ജീപ്പിന് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് പോകാൻ പോകണതാണ്, ഓഫ് റോഡ് റൈഡ്. അതായത് കാടിൻ്റെ പ്രതീതിയാണ്, പക്ഷേ കാട്ടിൽ കൂടെ അല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 600 ഏക്കറാണ് ഇവരുടെ ഈ ഫാം ഉള്ളത്. ആ ഫാമിലാണ് നമ്മളുടെ ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഈ 600 ഏക്കർ സ്ഥലം കാടിൻ്റെ പ്രതീതിയുള്ള ഒരു സ്ഥലമാണ്. കാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് വന്യമൃഗങ്ങളെല്ലാം തന്നെ ഈ 600 ഏക്കർ സ്ഥലത്തിൽ എവിടെ വേണമെങ്കിലും വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ഈ റിസോർട്ടിൻ്റെ തന്നെ സ്ഥലത്ത് കൂടെ നമ്മൾ ജീപ്പിന് ട്രക്ക് ചെയ്തൊരു മലമുകളിലേക്കാണ് കയറാൻ പോകുന്നത്. അവിടെ അതിസുന്ദരമായ വ്യൂ ആണെന്നാണ് പറഞ്ഞേക്കണം. അത് കാണാനാണ് നമ്മളുടെ യാത്ര. ഞാനാണ് സാധനം. ഓ പൊളി 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 പൊളി. ക്ലോസപ്പ് എന്താ പൊന്നെ സീനാട്ടത്. കൊമ്പനാനെ കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടായിട്ടെ കൊമ്പനാന. എന്റെ പോലെ എന്ത് വ്യൂ ആണത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മിന്നിത്തിളങ്ങുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. അത് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്രമാത്രം എത്തുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഫീലാണ്, ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. ഈ കാണുന്നത് ശരിക്കും 3 ജില്ലയാണ്: കോയമ്പത്തൂര്, തൃശ്ശൂര്, പാലക്കാട്. ഈ ജില്ലകളാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ കാണുന്നത്. ഇതില് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല, എന്നാലും ഇത് NH ഇതിൻ്റെ അകത്ത് കാണാം. വണ്ടികളുടെ വാഹനങ്ങളുടെ ഇങ്ങനെ ഓടി നിരങ്ങി പോകുന്ന വെട്ടം നമുക്ക് ഇവിടെ നിന്ന് കാണാം. പിന്നെ ബാക്കിയുള്ള നമ്മളുടെ പല പല വീടിൻ്റെ സ്ഥാപനങ്ങളുടെയൊക്കെ ലൈറ്റായിരിക്കും ഈ ദൂരത്ത് നിന്ന് കാണുന്നത്. എന്തായാലും ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത് ഇവിടെ നിന്ന് മാത്രമേ ഈ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. അതുമാത്രമല്ല, നമ്മൾക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ടാണ് കാണാൻ പറ്റിയത്. ഇവിടെ കോട ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മനോഹരമായ ഒരു ഭംഗി കിട്ടൂല. നമ്മൾക്ക് നല്ല കോടയൊക്കെ കിട്ടിയെങ്കിലും ഈ ട്രിപ്പിൽ ഇവിടെ കോട ഇല്ലാത്ത അവസ്ഥയായിരുന്നു നല്ലത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കോട ഇല്ലാണ്ട് കിട്ടുകയും ചെയ്തു. നമ്മൾ സമയക്കുറവുണ്ട് ഈ വീഡിയോ മൊത്തത്തിലൊന്ന് ചുരുക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഗ്രീൻലാൻഡ് തന്നെ, ആ റിസോർട്ട് തന്നെ നല്ല രീതിയിൽ ഇനിയും കാണിക്കാനുണ്ട്. പിന്നെ ഈ നൈറ്റ് റൈഡും
നല്ല രീതിയിൽ കാണിക്കാനുണ്ട്. എല്ലാം വെട്ടിച്ചുരുക്കി ചെറുതാക്കിയതാണ്. ഇതിൻ്റെ കൂടെ ഇനി മറ്റേ ഓഫ് റോഡ് ട്രിപ്പും കൂടെ ഉണ്ട്, പകലുള്ള ഓഫ് റോഡ് ട്രിപ്പ് കാട്ടിൽ കൂടെ ഉള്ളത്. അതും കുറച്ച് മാത്രമേ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം സെപ്പറേറ്റ് എല്ലാത്തിനും വേറെ വീഡിയോ നോക്കി അധികം വൈകാതെ തന്നെ ഇനിയും പോസ്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്ത് വെക്കുക. അപ്പോൾ ഓഫ് റോഡ് ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് നമ്മൾ കൺക്ലൂഷൻ ആക്കണതാണ്. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരും. ഈ ഓഫ് റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1.25 ഓഫ് റോഡ് ട്രിപ്പ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഓഫ് റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാര കിലോമീറ്ററൊക്കെ പോയിട്ടുള്ളൂ. ഇതങ്ങനെയല്ല, 10-15 കിലോമീറ്റർ നല്ല ഉൾക്കാട്ടി കൂടെ റോഡ് ഉണ്ടായിട്ട് നശിഞ്ഞ് കിടക്കണല്ല, റോഡില്ലാത്ത സ്ഥലത്തിൽ കൂടെ വല്ല മലമേൽ കൂടിയൊക്കെ അങ്ങോട്ട് കയറി പോണ പോലെ ഉള്ള ഒരു യാത്രയാണിത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്ത് മടുത്തിരിക്കുമ്പോഴാണ് ഇതേ ഇവിടെ നമ്മളുടെ വ്യൂ പോയിന്റിലെത്തിയത്. 2 വ്യൂ പോയിൻ്റാണ് ഇതിൻ്റെ അകത്ത് കാണിക്കണത്. അതിൻ്റെ അകത്ത് ഒരു വ്യൂ പോയിൻ്റാണിത്. ഏറ്റവും ടോപ്പ് വ്യൂ പോയിൻ്റ് ഇത് തന്നെയാണ്. ഭ്രമരം സിനിമയിലൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണിത്. ഇവിടെ വന്നപ്പോൾ ഈ ഡ്രൈവർ നല്ല അടിപൊളി ഡ്രൈവറും ആ വണ്ടി നല്ല വണ്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ചില മലമേലോട്ടൊക്കെ ഈ പാറപ്പുറത്തോട്ടൊക്കെ ഇടിച്ച് വണ്ടി കയറ്റിയുള്ള ഷോയൊക്കെ കണ്ട് ഞങ്ങളങ്ങാട് അടിപൊളി ഫീലിലായിരുന്നു ഞങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ ജീപ്പ് ട്രക്കിങ് ഒഴിവാക്കരുത്. നൈറ്റത്തെ ട്രക്കിങ്ങും ഡേ ടൈമിലുള്ള ട്രക്കിങ്ങും 2 എക്സ്പീരിയൻസ്, 2 ഫീലാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് ജീപ്പ് ട്രക്കിങ്ങിന് പോയില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് വൻ നഷ്ടമായി പോയാണ് ഞങ്ങൾക്ക്. ഇവിടുത്തെ ഞങ്ങൾ വന്നത് എന്തായാലും ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ലക്കിയായിരുന്നു. നല്ലൊരു ഡ്രൈവറേയും നല്ല വണ്ടിയും കിട്ടി, നല്ല ഒരു ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്ലേസും എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഏറ്റവും നല്ല സ്റ്റേ അത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മളിത് ഈ വീഡിയോ തീർന്നിട്ടില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ പാർട്ടായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അധികം വൈകാൻ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.